ഗായ്സ്, നാട് വിട്ട് വന്നെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഫ്രൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഫ്രൂട്ട്സ് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താണ് ഇത് ഐറ്റം എന്ന് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ കമന്റ് ചെയ്യണേ. നമുക്ക് ഫിഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ഫ്രൂട്ട് ഷോപ്പിംഗ് മൂഡിലല്ല ഞാൻ വന്നത്, അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് ഒന്ന് വാങ്ങിക്കാൻ. ഇവിടെ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ നാട്ടിൽ ഇപ്പൊ സ്ട്രോബെറി അവൈലബിൾ അല്ല എന്ന് എനിക്ക് തോന്നണേ. പക്ഷെ ഇവിടെ സ്ട്രോബെറി അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി സ്ട്രോബെറീസ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ലോങ് ആൻഡ് ഫ്രൂട്ട് കൊല പോലെ തന്നെ വരുന്നുണ്ട്. എങ്ങനെയാണോ മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് അതേപോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. നാട്ടിൽ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശരിക്കും ഇങ്ങനെയാണ് ഈ ഫ്രൂട്ട് ഉണ്ടാകുന്നത് കേട്ടോ. ലോങ് ആൻഡ് ഫ്രൂട്ട് ഇതിന് മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ലോങ് ആൻഡ് ഫ്രൂട്ട് കൊണ്ട് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഷെയ്ക്കിന്. പക്ഷെ ലോങ് ആൻഡ് ഫ്രൂട്ട് മാത്രമായിട്ട് കഴിക്കുമ്പോൾ എനിക്കൊരു നമ്മുടെ നാടൻ കള്ളിന്റെ ഒക്കെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്. അതേപോലെ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഈ മാൻഡ്രിൻ ഇവിടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ചൈനീസ് ആളുകളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് മാൻഡ്രിൻ ആണെന്ന് തോന്നുന്നു. കാരണം ചൈനീസ് ന്യൂ ഇയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് മാൻഡ്രിൻ കാണാൻ പറ്റും. ഇതാണ് മാംഗോസ്റ്റിൻ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. പിന്നെ മാംഗോസ് ഒക്കെ ഇവിടെ നല്ല അവൈലബിൾ ആണ്. പക്ഷെ തീരെ മധുരമില്ലാത്ത മാംഗോ ഉണ്ട് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ മാംഗോ വാങ്ങിച്ചിട്ട് തീരെ മധുരം ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ മാങ്ങയൊക്കെ തന്നെ ഉണ്ട് ടേസ്റ്റ്. പിന്നെ നല്ല പിങ്ക് കളറിലെ പൈനാപ്പിൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. സൺഡേ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സീനൊക്കെ കാണാൻ പറ്റും. മാർക്കറ്റ് പോലെ ഇങ്ങനെ കുറെ പച്ചക്കറി ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ടാവും. അതിന് ചീപ്പ് റേറ്റിൽ പച്ചക്കറി കിട്ടും. അപ്പൊ കുറെ ആൾക്കാർ വന്ന് ഇങ്ങനെ പെറുക്കി എടുത്ത് കൊണ്ടുപോകണം കാണാം. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് ടൈപ്പ് ഇല പച്ചക്കറികൾ, അതായത് ഇല വരുന്ന ടൈപ്പില്ലേ, ചീര വരുന്ന പോലത്തെ അങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നാട്ടിൽ നമുക്ക് അത്രയും കാണാൻ പറ്റില്ല കേട്ടോ. കൂടുതൽ സിംഗപ്പൂർ വിശേഷങ്ങളാക്കിയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സപ്പോർട്ട് തരണം കേട്ടോ.